ജന്മജന്മാന്തര പാപശീലകൾ പുണ്യസോപാനമായി മാറേണം. അതെ, പുണ്യജലബിന്ദുവിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം. നിത്യവും ചേതനയിൽ കരുണാമലയമായിരുന്നു. ശ്രീലകമാക്കിയ നാദബ്രഹ്മസുധാമയി. അല്ല, അതിന് വേറെ സംഭവമുണ്ടായി. ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അതിൻ്റെ ആ സമയത്തൊക്കെ കഥകളുണ്ട്. അത് കഴിഞ്ഞിട്ട് പടം ഇത് എഡിറ്റിങ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെയാണ് കാണിച്ചത് ഈ പാട്ട്. ഭരതൻ സാറ്. അതെ, ഭരതൻ സാർ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഒരാളിങ്ങനെ സഞ്ചി തൂക്കിയിട്ട് ഇറങ്ങിയിട്ട് കുറേ കാലമായാലും വരൂ എന്നിട്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ എന്നോട് ചോദിച്ചത് എങ്ങനെയുണ്ട്. ഞാൻ പ്രൂഫുണ്ട്. അപ്പോൾ ഞാൻ പ്രൂഫിലേക്ക് പോയാലും എനിക്ക് കുഴപ്പമില്ല. അവിടെ ഒറ്റപ്പാട്ട് മതി. നമ്മളെ ഏറ്റവും വലിയ ബ്രാഹ്മണൻ എന്ന് വിശ്വസിക്കുന്ന വേദവ്യാസൻ മുക്കുവനായിരുന്നു. ഒന്നിപ്പോൾ എന്താ സാർ നമസ്കാരം. അച്ഛൻ കണ്ണാടി ഭാഗവതർ. എനിക്ക് തോന്നുന്നു അങ്ങയുടെ അനുഭവങ്ങൾ വായിച്ചപ്പോൾ അങ്ങയെ അത്ര അധികമൊന്നും അച്ഛന് സംഗീതം അഭ്യസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും വീട്ടിലിരുന്ന് പാടുമ്പോൾ പലപ്പോഴും അദ്ദേഹം അത് തിരുത്തി തരാറുണ്ട്. അവിടെ അങ്ങനെയല്ല, രാഗഭാവം ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് അങ്ങ് തന്നെ ഉദാഹരണം പറഞ്ഞൊരു പാട്ടുണ്ട്. അന്ന് ഏറെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ട്, ആ സംഗതി. അതെ, എനിക്കറിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ വിദ്യാലയമെന്ന് പാടുന്നുള്ളൂ. വിദ്യാലയമേ. അപ്പൊ അങ്ങനെയല്ല, ശ്യാമയുടെ ഭാവം അങ്ങനെയല്ല അച്ഛൻ പറഞ്ഞു. ആ ശ്യാമയ്ക്ക് ദേവിയുടെ പര്യായം തന്നെയാണ്. ആ ശ്യാമ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. ആ ശ്യാമ രൂപിണി തന്നെയാണ് പിന്നീട് ജീവിതത്തിൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പം അച്ഛൻ്റെ ആ അന്നത്തെ ഓർമ്മയെന്ന്, അല്ലെങ്കിൽ അച്ഛൻ അന്ന് പാട്ട് ചൊല്ലി പഠിപ്പിച്ചപ്പോൾ ഉള്ള ഓർമ്മയെന്ന് ഈ ശ്യാമ തന്നെ പിന്നീട് അങ്ങയുടെ ചലച്ചിത്ര സംഗീതം അത് ഗംഭീര എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ വാക്കിന് ഒരു ഗാംഭീര്യം കുറഞ്ഞു പോകുമായിരിക്കും അത്രത്തോളം. കാരണം ദേശാടനം എന്ന സിനിമ മലയാള ചലച്ചിത്ര വേദിയിൽ ഉണ്ടാക്കിയൊരു മാറ്റിമറിക്കല്, പ്രത്യേകിച്ച് ജയരാജ് എന്ന സംവിധായകനെ അടയാളപ്പെടുത്തിയ ഒരു സിനിമ. കൊമേഴ്സ്യൽ സിനിമകൾ മാത്രം ചെയ്തിരുന്ന ജയരാജ് സാറ് ഈ ദേശാടനം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സംവിധായകൻ എന്നതാണെന്ന് ജനം തിരിച്ചറിഞ്ഞത്. ആ ഒരു സിനിമയായി ബന്ധപ്പെട്ട് കൈതപ്പുറം തിരുമേനി, മാടമ്പ കുഞ്ഞുകിട്ട യാത്രയായി. ആ യാത്രയായി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഒക്കേഷനിൽ വേറെ ഏത് രാഗം പ്രയോഗിച്ചാലും ഒരുപക്ഷെ ആ വരികൾക്ക് അത്ര ഉണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നിയത്. അത് അച്ഛൻ്റെ അനുഗ്രഹമാണ്. തീർച്ചയായും അവിടെ ഈ ആ രാഗത്തിന്റെ എല്ലാ ഭാവങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. അതെ, അതിന്റെ ട്രാക്കിൽ ഞാനാണ് പാടിയത്. അതിന്റെ കൂടെ ഈ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെ, മന്ത്രങ്ങളുണ്ട്. അത് ഞാൻ തന്നെ എഴുതിയത്. അത് ഓർമ്മിക്കുന്നുണ്ട്. ഓ പിന്നെ യാത്രയായി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുണ്ണിതൻ ദേശാടനവേളയായി. ഇപ്പൊ എനിക്ക് പാടാൻ പറ്റുന്നില്ല. അനുഗ്രഹിക്കൂ അമ്മേ, അനുവദിക്കൂ പോകാൻ അനുവദിക്കൂ. അച്ഛൻ അവിടെ അതിന്റെ ഗമകങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അച്ഛൻ പറഞ്ഞു. അച്ഛൻ അപ്പോഴേക്കും യാത്രയായിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അവിടെ സുഹൃത്ത് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, യാത്രയായിട്ട് കൂടെയുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യവും പ്രസക്തിയും വളരെ ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം. തീർച്ചയായിട്ടും അതന്നെയാണ്, അത് കണ്ടെത്തിയത് അങ്ങാണ്. അല്ല തീർച്ചയായിട്ടും അല്ല, ഞാൻ ആലോചിക്കാത്ത സംഭവം. തിരുമേനിയൊക്കെ ശ്രദ്ധിക്കാൻ ഞങ്ങൾ ഈ പാട്ടിലും ഈ വരികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മിക്കവാറും കിട്ടുന്നതെല്ലാം വായിക്കുമായിരുന്നു. തിരുമേനിയുടെ അഭിമുഖം പറഞ്ഞ് കാണാൻ ശ്രമിക്കും, പാട്ടുകൾ കേൾക്കുമായിരുന്നു, എല്ലാത്തരം പാട്ടുകളും. അപ്പോൾ ഇത് ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടത്, അന്ന് ആത്മവിദ്യാലയം പാടുമ്പോൾ അച്ഛൻ തിരുത്തി എന്നുള്ളത്. പിന്നീട് ആ തിരുത്തൽ കൃത്യമായി തന്നെ അച്ഛന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ദക്ഷിണയായി തന്നെ
ദേശാടന പിന്നെ വേറൊരു രസമുണ്ടായി. എനിക്ക് പഴുതരത്തിലാണ് സ്റ്റേറ്റ് അവാർഡ്. ആ. പഴുതരത്തിൽ സ്റ്റേറ്റ് അവാർഡ് തന്നത് കമുകർ ചേട്ടനാണ്. ആ ഓ ചേട്ടൻ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു, പാട്ട് ഭയങ്കര രസമായിട്ട് തന്നു, ആൻ്റെ പേരൊക്കെ ഭയങ്കര രസമായിട്ട് തന്നു. അയ്യോ കമുകർ ചേട്ടൻ എന്നോട് പറഞ്ഞു. കമുകർ ചേട്ടനാണ് എനിക്ക് തന്നത് അന്ന്. എൻ്റെ പേര് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു അല്ല, എത്ര പൈതൃകത്തിലെ പാട്ടുകൾ. ഓ എത്ര 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 എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയ സംഗീത സംബന്ധിയായ പശ്ചാത്തലമുള്ള സിനിമകൾക്കൊക്കെ എല്ലാം ഞാൻ കൈതപ്രം കുറേ എണ്ണം ഞാൻ. ഒരുപാട് ഒരുപാട്. അതുപോലെ തന്നെ മലയാളത്തിൽ ചെമ്മീന് ശേഷം ഇറങ്ങിയ മലയാളത്തിലെ മറ്റൊരു കടലിന്റെ കഥ പറയുന്ന അമരം. അയ്യോ, അമരത്തിലെ അതിൽ ഉഗ്രം പാട്ട്. വികാരനൗകയുമായി ആ പാട്ടൊക്കെ. അതുപോലെ പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി. അതെ അതെ, അത് പലർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. എന്താണ് പെരുമീൻ, എന്താണ് വെള്ളാട്ടം എന്നുള്ളത്. അത് കൃത്യമായിട്ട് അത് അവിടെയൊക്കെയാണ് ഒരു കവി. അല്ല, അത് അവരെ അന്വേഷിക്കേണ്ട, ഞാൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതെ അതെ, അവരന്വേഷിക്കണം. അതാണ് ഇപ്പോഴും പെരുമീൻ എന്ന് പറഞ്ഞാൽ കടലിലെ ഏതോ ഒരു മീനാന്ന് പലരും വിചാരിച്ചു. വിചാരിച്ചിട്ട് പെരുമീൻ ഉദിക്കുന്നത് അതെ, എവിടെയാണ്? അതറിയില്ല. അപ്പൊ പൂങ്കോടിയില് പുലരെ അതെ, പൂങ്കോടിയിൽ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടാണ്. അത് അതിലൊക്കെ ഈ വികാരനൗകയിലൊക്കെ കണ്ണീരുപ്പ് കലർന്ന മണലിൽ വേളിപ്പുടുവയുലഞ്ഞു രാക്കിളി പൊന്മകളെ പൂവിളി യാത്രാമൊഴിയാണ്. വിളിയാണോ? ഓ, അപ്പൊ ആ സന്ദർഭത്തിന് ഇണങ്ങുന്ന രീതിയിൽ അങ്ങ് വളർന്നതും ജനിച്ചതും ഒക്കെ വലിയ വേറൊരു ഒരു സംസ്കാരത്തിലാണ്. അപ്പൊ അതിന് എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംസ്കാരത്തിൽ പറഞ്ഞു പോണ ഒരു കഥ, ഒരു സാഹചര്യം. സംസ്കാരമൊക്കെ ഒന്നാണ്. വെച്ചാല് എൻ്റെ വേദവ്യാസൻ അവരുടെ ആളാണ്. തീർച്ചയായും അല്ലേ? അതെ, എനിക്ക് യാതൊരു സംശയമില്ലേ. നമ്മളെ ഏറ്റവും വലിയ ബ്രാഹ്മണൻ വിശ്വസിക്കുന്ന വേദവ്യാസൻ മുക്കുവനായിരുന്നു. ഒന്നുബന്ധ. അതെ, എനിക്കിതിനൊന്നും യാതൊരു സംശയമില്ല. കിടത്തുന്ന സമയത്ത് അതെ, നേരെ കൃഷ്ണദേവരായനൻ. സംശയമില്ലേ. അപ്പൊ തീർച്ചയായും അത് ജനത്തിനെങ്ങനെ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, അല്ല, അതിന് വേറെ സംഭവം ഉണ്ടായി. ആ പാട്ട് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ആ സമയത്തൊക്കെ കഥകളുണ്ട്. അത് കഴിഞ്ഞിട്ട് പടം ഇത് എഡിറ്റിങ് കഴിഞ്ഞിട്ട് ആദ്യം എന്നെയാണ് കാണിച്ചത് ഈ പാട്ട്. ഭരതൻ സാറ്. അതെ, ഭരതൻ സാർ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഒരാളിങ്ങനെ സഞ്ചി തൂക്കിയിട്ട് ഇറങ്ങിയിട്ട് കുറേ കാലമായാലും വരൂ എന്നിട്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്, ഞാൻ പ്രൂഫുണ്ട്. അപ്പോൾ ഞാൻ പ്രൂഫിലേക്ക് പോയാലും എനിക്ക് കുഴപ്പമില്ല, അവിടെ ഒറ്റ പാട്ട് മതി. അത്ര ഒരു പാട്ട് മാറ്റി വെക്കാനില്ല. ഇല്ല, അതാണ് അമരം മ്യൂസിക്കൽ ഹിറ്റ് ആയിരുന്നു, കൊമേഴ്സ്യൽ ഹിറ്റ് ആയിരുന്നു. പിന്നെ പടം മൊത്തം ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ കൈതപ്പുറം എന്ന പാട്ടുകാരനെ അടയാളപ്പെടുത്താനായിട്ട് എത്രയെത്ര പാട്ടുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ കളിയാട്ടം, അതുപോലെ തന്നെ ഇപ്പോൾ അമരം. അതിലുപരിയായിട്ട് അങ്ങേക്ക് അവാർഡ് കിട്ടിയ പാട്ടാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. കാരുണ്യം. അതുപോലെ ഒപ്പം നിൽക്കുന്ന ജോൺസൺ മാഷിൻ്റെ മറ്റൊരു പാട്ട്, ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. അതെ, പുണ്യജലബിന്ദുവിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം. നിത്യഭൂമിൽ ചേതനയിൽ കരുണാമലയമായിരുന്നു. ബ്രഹ്മകമലം ശ്രീലകമാക്കിയ നാദബ്രഹ്മസുധാമയി. ബ്രഹ്മകമലം ശ്രീലകമാക്കിയ നാദബ്രഹ്മസുധാമയി. അത്തരം പദപ്രയോഗങ്ങളൊക്കെ മലയാള ചലച്ചിത്ര എല്ലാം കാരുണ്യാണ്. ഞാൻ ആരുമല്ല, ആ സമയത്ത് തോന്നിക്കാണ് അമ്മ. അയ്യോ, ആ ഒരു പാട്ട് മലയാളത്തിൽ ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് വളരെ വളരെ വലുതാണ്. ചെറുപ്പക്കാര് പിള്ളേര് പോലും ശ്രദ്ധിച്ചത് പാടിക്കൊണ്ട് നടത്തുന്ന ഒരു പാപശീലകൾ പുണ്യ സോപാനമാക്കി മാറ്റാം. അതിനപ്പുറം എന്താണ് വേണ്ടത്? അയ്യോ, അതുപോലെ പല പാട്ടുകളിലും അതിങ്ങനെ പലപ്പോഴായിട്ട് പല രീതിയിലൊക്കെ ഇത് കടന്നു വന്ന് എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് അവന് നേടാൻ പറ്റിയത്, എന്തിലായിരിക്കണം ശ്രദ്ധ, എന്താണ് സാധന എന്നൊക്കെ പല പാട്ടുകളിലൂടെ സന്ദേശം തന്നെയാണത്. അത് ശ്രദ്ധിക്കുന്നവർ, ഞങ്ങളെപ്പോലുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സന്ദേശം തന്നെയാണ്. അപ്പോൾ അങ്ങ് അടുത്ത കാലത്ത് എഴുതി വളരെ സൂപ്പർ ഹിറ്റായ ഒരു പാട്ടാണ് മിന്നൽ വള. ഈ മിന്നൽ വളയൊക്കെ എനിക്ക് തോന്നുന്നൊരു 20 കൊല്ലം മുമ്പ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. കണിച്ചുകുളങ്ങര ദേവസ്വത്തിന് വേണ്ടിയിട്ട് രവീന്ദ്ര മാഷ് സംഗീതം നൽകിയ പാട്ട്. നീലമേഘ കൂന്തലുണ്ട്
കുട്ടികളൊക്കെ ഉണ്ട് അവിടുത്തെ പാട്ടുകൾ. കുട്ടികളെ വെള്ളിമിന്നൽ, അതില് ദേവിയുടെ ഒരു ആപാത ചൂടം ഒരു വർണ്ണനയുണ്ട്. ഉണ്ട്. ദേവി ശരണം, അതെ, അത് കേശാധിപാതം പറഞ്ഞിട്ടുണ്ട്. വേറൊരു പാട്ടിലാണ് ഈ വെള്ളിമേഘ കൂന്തലുണ്ട്, നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുണ്ട്, ദേവിക്ക് നീലമേഘ കൂന്തൽ, നീലമേഘ കൂന്തല്. അപ്പോ ഗഗനസ്വരൂപിണി അമ്മ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും ആസ്വാദകനായിട്ടുള്ള ഒരു കേൾവിക്കാരനും ഇന്റർവ്യൂർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല വേറെ ആരും. അയ്യപ്പ ഉള്ള കാര്യം പറയാലോ. കാരണം അവർ ശ്രദ്ധിക്കുന്നില്ല വേറൊന്നും, അവര് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. അയ്യോ അല്ല, എന്നെ ശ്രദ്ധിക്കാതെ ഒരാൾക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? അയ്യോ അയ്യപ്പ, തീർച്ചയായിട്ടും അത് വലിയ പുണ്യാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റിയത് വലിയ പുണ്യാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ നീലമേഘ കൂന്തല് ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഈ കാസറ്റ് വാങ്ങിക്കുന്നത്. അയ്യോ, അയ്യപ്പന്റെ അടുത്ത് തൊഴുതിറങ്ങുമ്പോൾ അവിടെ ഒരു കാസറ്റ് ഇടയിൽ വെച്ച് ശരി, അയ്യപ്പാട്ടാണ് ആദ്യം കേൾക്കണേ. അപ്പൊ തന്നെ വാങ്ങി. പിന്നെ വീട്ടിൽ വന്ന് ആണ് അത് അങ്ങോട്ട് പേര് ക്രെഡിറ്റ് അതിലുണ്ട്. എത്രയോ മനോഹരമായിട്ട്. അപ്പൊ ഇന്നിപ്പം മിന്നൽവള ഹിറ്റ് ആകുമ്പോ ഇതിനപ്പുറത്തേക്ക് അന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ശരി, അമ്മയുടെ വളകളാണ് എല്ലാം. പിന്നെ വേതാളച്ചുമലിലേറി മതഗജങ്ങൾ തോടയാക്കി കാലാഗ്നി കടക്കണ്ണാൽ എട്ടുദിക്കും നടത്തുമ്പോഴും നമ്മുടെ ഉള്ളലിഞ്ഞാൽ ഓടിയണയും അമ്മയന്നമ്മ ദേവി ഭഗവതി. അതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ താമസിച്ച് എഴുതിയാൻ തോന്നുന്നു കണിച്ചുളങ്ങര. അതൊക്കെ എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി തൊഴുകയും ചെയ്യും. അതെ, അനുഭവവേദ്യമാക്കി തന്നേക്കുന്ന കാര്യങ്ങളാണ്. അല്ല, അമ്മയുടെ എല്ലാ അമ്മമാരും ഒന്ന് തന്നെ. ഈ ലളിതാ സഹസ്രനാമം പഠിക്കാത്ത ആളുകൾക്ക്, ചൊല്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ കാളിദാസനെ പഠിക്കാത്ത ആളുകൾക്ക്, കുമാരസംഭവം പഠിക്കാത്ത ആളുകൾക്ക് തീർച്ചയായും ഇത്തരം 4 4 8 4 12 വരികളിലൂടെ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും. അപ്പൊ അത് ഈ വശന്യാദി വാഗ്ദേവതകൾ അമ്മയോട് ലളിതാ സഹസ്രനാമം എഴുതാൻ പറഞ്ഞു, അവരത് എഴുതി. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള പാടത്തും പള്ളത്തും ഒക്കെ പണിക്ക് പോണ ആളുകൾക്ക് ലളിതാ സഹസ്രനാമം വായിക്കാനോ പഠിക്കാനോ അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഈ നീലമേഘ കൂന്തൽ കേട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതാ സഹസ്രനാമം ചൊല്ലി വായിച്ചു. ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറാനാണ്. എത്ര വരികള് ഈ സ്റ്റുഡിയോയിൽ അങ്ങേ കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. ധന്യവാദ വന്ദനം.